സിനിമ തുടങ്ങുമ്പോൾ ഞാൻ ഞാൻ ഇപ്പോൾ പ്രൊഡക്ഷൻ കമ്പനി ആരാണെന്ന് പറഞ്ഞില്ല, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. എനിക്കൊരു വിശ്വാസം വേണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു എൻ്റെ കമ്പനിയുടെ പേരിലൊരു ഫെയിലിയർ എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഏകദേശം 1-2 മാസം ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാവ്യ ഫിലിം കമ്പനി ആയിരിക്കും, ഇതിൻ്റെ പ്രൊഡ്യൂസർ വേണുഗോപാലായിരിക്കും. അങ്ങനെ അത് രണ്ടാമത്തെ എല്ലാവർക്കും അറിയാം, ഒരു ചരിത്രമായിരുന്നു. മലയാള സിനിമ കണ്ട ഏറ്റവും സക്സസ് ആയ സിനിമ. അപ്പോൾ എനിക്ക് ഈ പറയുന്ന മാമാങ്കത്തിന് ഞാൻ അനുഭവിച്ച അത് ഒരു പരിധിയെ മാറി. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ സിനിമകൾ ചെയ്തു. എന്നിട്ടും ഞാൻ കാവ്യ ഫിലിമിൻ്റെ കമ്പനി പ്രൊഡക്ഷൻ ഞാൻ വെച്ചത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ തന്നെയാണ് വെച്ചത്. അതിനുശേഷം വീണ്ടും എനിക്ക് വിശ്വാസം വന്നത് ഈ രേഖാചിത്രത്തിൻ്റെ സ്റ്റോറി എൻ്റെ അടുത്ത് ജോഫിൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനതിൽ ആ നിമിഷം തന്നെ പറഞ്ഞ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് കാവ്യ ഫിലിമായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പറഞ്ഞാൽ എനിക്ക് അത്രയധികം കോൺഫിഡൻസ് ഉള്ള ഒരു സിനിമയായിരുന്നു. ഇത് 100% ഈ സിനിമ ഓടുമെന്നും എനിക്കറിയാം. ഏകദേശം എല്ലാവരോടും ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു 50 കോടിയോ 100 കോടിയോ വരെ എന്നറിയില്ല. പക്ഷേ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ആരും ഒരു മോശം സിനിമയാണെന്ന് പറയുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ നല്ല സിനിമകളിൽ എടുക്കുന്ന മാജിക്ക് തോന്നുമല്ല. എല്ലാ ആദ്യത്തെ കളരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അത്രയധികം അനുഭവിച്ച് എന്താണ് സിനിമ എന്നും അതിൻ്റെ ഡയറക്ടറിൻ്റെ റോൾ എന്താണെന്നും ടെക്നീഷ്യൻ്റെ റോൾ എന്താണെന്നും എങ്ങനെയായിരിക്കണം ഒരു സിനിമയെന്നും ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമുള്ള ഒരു നല്ല സിനിമ എന്ന് പറഞ്ഞാൽ ഒരു സ്ക്രിപ്റ്റ് നല്ലതായി പോരാ, ഒരു നല്ല എഫിഷ്യൻ്റായിട്ടുള്ള ഡയറക്ടറായിരിക്കണം. എഫിഷ്യൻ്റായ ഒരു ഡയറക്ടറായ പോരാ, അയാളുടെ സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കണം. അതൊരു വലിയ കാര്യമാണ്. നല്ലൊരു ഡയറക്ടറാണ് അങ്ങേറ്റത്തെ അവനാണ് ലോകത്തിലെ ഏറ്റവും വലുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിനിമ ഒരിക്കലും പോകില്ല. അതായത് നമ്മളുടെ കൂടെ പൈസ മുടക്കുന്ന പ്രൊഡ്യൂസറുടെ കൂടെ നിന്ന് പോണ ഒരു പ്രൊഡ്യൂസർ. എൻ്റെ അടുത്ത് പലപ്പോഴും ഇത് വരുമ്പോൾ ഞാനിതെല്ലാം നോക്കിയിട്ട് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു നമ്പർ ഓഫ് സിനിമാസ് എന്തായാലും നമുക്ക് ഒരു വർഷത്തിൽ ചിലപ്പോൾ 1-2 ഇതെല്ലാം കൂടി ഒത്തുവരുന്നുണ്ടാവുള്ളൂ. വീണ്ടും നമ്മൾ സിനിമ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് കരിയർ സാറിൻ്റെ കൂടെയാണ് ഈ ജയ് എന്ന് പറയുന്ന സിനിമയാണ് നമ്മൾ അടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി വന്ന ഞാൻ ഈ സിനിമാ ഫീൽഡിൽ നിർത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കുറേ ആളുകൾ ചേർന്നിട്ടാണ് നിർത്തിയത്. അതുകൊണ്ട് എനിക്കിപ്പോൾ നല്ല സിനിമ എടുക്കാൻ സാധിക്കുന്നു, അത്യാവശ്യം കാശുകളൊക്കെ സാധിക്കുന്നു. ഓക്കെ, എന്തായാലും നന്ദി, നമസ്കാരം.